അങ്ങനെ മറ്റൊരു ബാലൻഡിയോർ രാത്രിക്ക് കൂടി തിരശ്ശീല വീണിരിക്കുകയാണ്. ഫ്രഞ്ച് താരം ഒസ്മാൻ ഡെമ്പലെ അവിടെ വിജയകിരീടം ചൂടുമ്പോൾ അതിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം തുടർച്ചയായ പരിക്കുകളും ദുരനുഭവങ്ങളുമായി അവസാനിച്ചു എന്ന് കരുതിയ ഒരു കരിയറാണ് ഡെമ്പലെ ഇന്ന് ഈ ലെവലിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് റയൽ മാഡ്രിഡ് ബഹിഷ്കരിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം അതിനുള്ള കാരണങ്ങൾ. അവിടേക്കാണ് ഒരിക്കൽ കൂടി പോകുന്നത്. വിനീഷ്യസ് അല്ലെങ്കിൽ റോഡ്രി, ഇനി അതുമല്ലെങ്കിൽ ജൂഡ് ബെല്ലിംഗം, ടോണി ക്രൂസ്, കിലിയൻ എംബാപ്പെ അല്ലെങ്കിൽ ഡാനി കാർവഹാൽ, ഇവരിൽ ഒരാളെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ മികച്ച താരമായി തിരഞ്ഞെടുക്കാം. എന്നാൽ ബാൽഡിയോറിലേക്ക് ഏറ്റവും അധികം പരിഗണിക്കപ്പെട്ട വിനീഷ്യസ് ആദ്യ 10 പേരിൽ പോലും ഒരാളല്ല എന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? അതിന് നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ കളി കാണാത്ത ഒരാളായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ താരത്തോട് അന്ധമായ വിരോധം ഉണ്ടായിരിക്കണം. നിങ്ങളൊരു സാധാരണ ആരാധകനാണെങ്കിൽ അതൊക്കെ സാധ്യമാണ്. എന്നാൽ നിങ്ങൾ ബാലൻഡിയോറിൽ വോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിലോ? അത് നീതികേടാണ്. അത്തരം നീതികേടുകൾ കഴിഞ്ഞ ബാലൻഡിയോറിൽ സംഭവിച്ചിരുന്നു. വിനീഷ്യസിനെ ആദ്യ 10 പേരിൽ പോലും ഉൾപ്പെടുത്താത്ത ജേർണലിസ്റ്റുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഫ്രാൻസ് ഫുട്ബോൾ 30 മികച്ച താരങ്ങളുടെ പട്ടിക തയ്യാറാക്കുകയും പിന്നീട് ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 100 സ്ഥാനത്തുള്ള ഓരോ രാജ്യത്തെയും ഓരോ ജേർണലിസ്റ്റുകൾ വോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ബാലൻഡിയോറിലെ നടപടിക്രമം. 100 രാജ്യങ്ങളിലെയും മികച്ചവരാണ് അതെങ്കിൽ ആ അവാർഡിന് മൂല്യം കൂടും. എന്നാൽ അവർ സ്വാധീനിക്കപ്പെടുകയോ താരങ്ങളോടുള്ള അവരുടെ ആരാധന അവിടെ ഭാഗമാവുകയോ ചെയ്താലോ ആ അവാർഡിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. വാസ്തവത്തിൽ ബാലൻഡിയോറിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ്. ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും കാലത്ത് ബാലൻഡിയോർ നേടുക മറ്റൊരാൾക്ക് അസാധ്യമായിരുന്നു. എന്താണ് അതിന് കാരണം? അതിന് 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, അവർ മികച്ച താരങ്ങളായിരുന്നു എന്നതാണ്. രണ്ടാമത്തേത്, വോട്ട് ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ഈ താരങ്ങളുടെ ആരാധകരായിരുന്നു എന്നതാണ്. ആരാധകർ വോട്ട് ചെയ്താൽ അവരെ മറികടന്ന് മറ്റൊരാൾക്ക് പുരസ്കാരം സ്വന്തമാക്കാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ ബാലൻഡിയോർ കിട്ടാതെ പോയ ചിലരുണ്ട്. ആ ഒരു നീതികേടാണ് മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. വീണ്ടും വിനിയിലേക്ക് വന്നാൽ, റയൽ മാഡ്രിഡിൽ നിന്നും ഒന്നിലധികം താരങ്ങൾ ആദ്യ 10 ഉണ്ടാകുകയും വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോയതുകൊണ്ടാണ് വിനീഷ്യസ് പിന്നിലായത് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഒരേ ടീമിൽ നിന്നും ഒന്നിലധികം താരങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ കഴിയാത്തതിനുള്ള കാരണം വോട്ട് ചെയ്യുന്നത് നീതിപൂർവം അല്ലാത്തത് കൊണ്ട് കൂടിയാണ്. മികച്ച PR ടീം ഉള്ളവർക്ക് ബാലൻഡിയോറിൽ മുന്നിലേക്ക് വരാനുള്ള സാഹചര്യം ആണ് നിലവിലുള്ളത്. ഇത്തവണത്തെ അവാർഡിൽ ബാഴ്സലോണ താരം പെഡ്രി 11ാം സ്ഥാനത്താണ്. ഒരു സമയത്ത് ബാലൻഡിയോർ നേടുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച റാഫിന്യ ഫിനിഷ് ചെയ്യുന്നത് 5ാം സ്ഥാനത്താണ്. എന്നാൽ ഏവരെയും അമ്പരിപ്പിച്ച് ലാമിൻ യമാൽ അവസാന നിമിഷം 2ാം സ്ഥാനത്തേക്ക് വന്നു. ഇതിനൊരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ബാഴ്സലോണയുടെ PR ടീം മുഴുവൻ യമാലിന് പിന്നിൽ അണിനിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങളൊരു മികച്ച താരമായതുകൊണ്ടോ മികച്ച പ്രകടനം ഉണ്ടായതുകൊണ്ടോ മാത്രം കാര്യമില്ല. മികച്ചൊരു PR ടീം നിങ്ങൾക്കുണ്ടായാൽ മാത്രമേ ബാലൻഡിയോർ നിങ്ങളെ തേടിയെത്തൂ. അവിടെയാണ് റയൽ മാഡ്രിഡിന്റെ ബഹിഷ്കരണം പ്രസക്തമാകുന്നത്. എന്നാൽ ഇന്നേ വരെ ബാലൻഡിയോറിൽ നിന്നും ഒരാനുകൂല്യങ്ങളും കിട്ടാത്ത ക്ലബ്ബാണ് റയൽ മാഡ്രിഡ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ വരും വർഷങ്ങളിൽ റയൽ മാഡ്രിഡ് തങ്ങളുടെ ബഹിഷ്കരണം അവസാനിപ്പിക്കുകയും ചെയ്തേക്കാം. എന്നാൽ പലരാൽ സ്വാധീനിക്കപ്പെടുന്ന ഈ പുരസ്കാരം വെച്ച് ഏതെങ്കിലും താരം ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല എന്നതാണ് വാസ്തവം. തങ്ങളുടെ പ്രവൃത്തിയാൽ ബാലൻഡിയോർ തന്നെ അതിൻ്റെ മൂല്യം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് താരങ്ങൾ ഉയരങ്ങളിലേക്ക് കയറിയ ആ വേദിയിൽ തന്നെ നീതി നിഷേധങ്ങളും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്.